விடாமுயற்சி தல அஜித் ரொம்ப பெயின்ஃபுல்லான ரொம்ப மோசமான முயற்சின்னு இந்த സിനിമയ്ക്ക് சொல்லണം. തല അജിത് മാൻ വയ്യ, അങ്ങനെ കൊണ്ട് നടക്കുന്നില്ല. ഈ പടത്തിൽ എവിടെയും ഒരു മെയിൻ ഹീറോ ദ ലീഡ് റോൾ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റാതെ, തിയേറ്ററിൽ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റാതെ, എനിക്ക് ആകെ അതിനകത്ത് തല അജിത്തിനെ ഇഷ്ടപ്പെട്ടത് സവറീക്ക ആ ഒരു സാധനത്തിൽ മാത്രമാണ്. അതും എനിക്ക് തോന്നുന്നത് അങ്ങനെ ഏജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി മുഖത്ത് എന്ത് വെച്ചതാണോ അതോ ക്യാമറയിൽ വേറെ എന്തെങ്കിലും ട്രിക്ക് ചെയ്തതാണോ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും കാണിച്ചതാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. VFX അടിച്ചു എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. വയ്യടേ അങ്ങേര് കാർ ഓടിക്കൽ പരിപാടികൾ ബാക്കി സ്കീമായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. ബിക്കോസ് അത്രയും ഡിസപ്പോയിൻമെൻ്റ് ആണ് എനിക്ക് തല അജിത്തിനെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമ കണ്ടിറങ്ങുമ്പോൾ കിട്ടിയിട്ടുള്ളത്. പിന്നെ പടത്തിലേക്ക് വരുമ്പോൾ ഡയറക്ടർ മകിഴ് തിരുമനി, റൈറ്ററും അങ്ങേര് തന്നെയാണ്. ഇതിൽ റൈറ്റിംഗ് ഒന്നും ഇല്ല, എന്ത് റൈറ്റ് ചെയ്ത് വെക്കാനാണ്? ഓൾറെഡി ഒരു പടത്തുനിന്ന് ചുരണ്ടി എടുത്ത് കൊണ്ടുവന്ന പരിപാടിയാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ട്. അഡാപ്റ്റേഷൻ ഓഫ് ബ്രേക്ക് ഡൗൺ എന്നൊക്കെ ഒരിക്കലും പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് മറ്റേ ഹാർലിക്യൂനൊക്കെ ഉണ്ടല്ലോ, ജോക്കർ സെറ്റപ്പ്, അതൊക്കെ കടന്നു വരുന്നുണ്ട് ഇതിനിടയിൽ. ഞാൻ ആകെ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇവരുടെ ഒരു ലവ് സീനൊക്കെ ഉണ്ട്, ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിൽ തൃഷയുടെയും അജിത്തിൻ്റെയും ഒരു ലവ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ക്രിഞ്ചടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സാധിക്കുന്നു? കാരണം ഒരു തരത്തിലും ഒരു ഇമോഷനും അജിത്തിൻ്റെ മുഖത്ത് വരുന്നില്ല, ആളെ കൊണ്ട് പറ്റണില്ല. തൃഷ പിന്നെ മറ്റേ സ്കീമാണ്, വരുന്നു നിൽക്കുന്നു. തൃഷയ്ക്ക് ഡയലോഗും ഇല്ല, ഉള്ള ഡയലോഗിലൊക്കെ തൃഷ മറ്റേ എന്താ പറയുക കലിപ്പ് മൂഡ്. എനിക്ക് മനസ്സിലായില്ല. ഫസ്റ്റ് ഹാഫ് അങ്ങനെ തുടങ്ങി, സവരീക്ക പാട്ട് വന്നു. സവരീക്ക പാട്ട് പിന്നെ ഈ പടത്തിൽ തിയേറ്ററിൽ കേൾക്കാൻ ഭയങ്കര രസമുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഏക പോസിറ്റീവ് അതാണെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഈ എൻ്റയർ സിനിമയിൽ തന്നെ ആകെ 2 പോസിറ്റീവുള്ള ഒന്നില്ലെങ്കിൽ ആ പാട്ടും പിന്നെ അനിരുദ്ധിൻ്റെ മറ്റേ മ്യൂസിക്കുമാണ്. ആ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും ഈ പടത്തിനല്ല വേറെ വല്ല പടത്തിന് ഇട്ട് കൊടുത്തിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൈ ആയിട്ടുണ്ടാവും. കാരണം ഈ പടത്തിനകത്ത് ഒട്ടും ഹൈ ആയി ഫീൽ ആവുന്നില്ല. പടം തുടങ്ങുന്നു, 2 ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നു, അജിത്ത് ആൻഡ് തൃഷ. അവരുടെ ക്യാരക്ടർ ബിൽഡപ്പ് ആവുന്നു, അതിലവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രേമം എലമെൻറ്റ്, കല്യാണം, പിന്നെ അതിൽ നിന്ന് ഒരു റോഡ് ട്രിപ്പ്, പിന്നെ അങ്ങനെ പോവാണ്. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഞാൻ വിചാരിച്ചു അയ്യോ ഇത് സഹിച്ചിനി സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരിക്കും, അങ്ങനെയാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത്. കാരണം സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇനി എക്സ്ട്രാ എലമെൻറ്റ്, ഓക്കെ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി അങ്ങനെ ഈച്ച കോപ്പി അടിച്ച് വെക്കാതെ ഹോളിവുഡ് ഫിലിം കമ്മിങ് ടു എ തമിഴ് ബിഗ് സ്ക്രീനിലൊരു തമിഴ് സിനിമയാക്കിയിട്ട് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമേൻ്റെ ഫോർമാറ്റിക്ക് വരുന്ന സമയത്ത് അതിനകത്ത് കുറേ നമ്മുടേതായിട്ടുള്ള സ്പൈസസ് ആൻഡ് മസാലാസ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ സ്കീം കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. ഒന്നും നടന്നില്ല. സെക്കൻഡ് ഹാഫൊക്കെ തലവേദനിച്ചിട്ട് എൻ്റെ പൊന്നെ. അതിൽ സെക്കൻഡ് ഹാഫിൽ ഏറ്റവും സീന് റെഗീന കസാൻഡ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ് ഉണ്ട്. അവരുടെ ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ട്. എൻ്റെ അളിയ സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര വെറുപ്പിച്ചൊരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല. അത്രയും വെറുപ്പിച്ചവർ നടക്കണില്ല, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണത്. അർജുൻ സർജ അങ്ങേരുടെ സീനുകളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. തല അജിത്ത് മങ്കാത്തൊക്കെ എണ്ണം പറഞ്ഞ സിനിമ മങ്കാത്തൊക്കെ തന്നെ ഉള്ളൂടെ അങ്ങേരുത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വളരെ സീനാണ് ഇങ്ങനെ പടങ്ങൾ. അർജുൻ സർജയും തല അജിത്തും നിൽക്കുന്ന പല സീനുകളിലും അർജുൻ സർജ സ്കോർ ചെയ്യാണ്. അർജുൻ സർജ പോട്ടെ, ഇതിനകത്ത് വില്ലനായിട്ട് വരുന്ന വേറെ 1-2 പയ്യന്മാരുണ്ട്, അവനും സ്കോർ ചെയ്യാണ്. തല അജിത്തിന് ഇങ്ങനൊരു അവസ്ഥ വരുന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, പക്ഷെ പ്രതീക്ഷിക്കേണ്ടിയിരുന്നു. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര അട്ര ഡിസപ്പോയിൻമെൻ്റാണ് ഈ ഒരു പടം. അട്ര ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലൊക്കെ ഞാൻ കുറേ ഈ തല അജിത്തിൻ്റെ റേസ് കാറ് ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചേ. കുറച്ച് സാധനങ്ങൾ അങ്ങനെ കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. അതൊക്കെ എന്തെന്നാ ഹമ്മർ 2 വീലിൽ പോകുന്നത് ഒരുമാതിരി കുറേ സാധനങ്ങൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ലാർജർ ദാൻ റിയൽ ലൈഫ് ഹീറോ ആണെന്നുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റേ എക്സ്മാനെ പോലെ മുറി കൂടുന്ന സീനൊക്കെ അടി കിട്ടും, വെള്ളം കൊണ്ട് കഴുകും, കാലുമോ കുത്ത് കിട്ടിയോടത്ത് തന്നെ 10 കുത്ത് കിട്ടിയിട്ടുണ്ടാവും, എന്നാലും നടക്കും. നടന് മാത്രം ഒരു കുഴപ്പമില്ല.
ബാക്കി അപ്പുറത്ത് വരുന്ന വില്ലന് നായകൻ്റെ മേത്ത് നിന്ന് തുപ്പൽ തെറിച്ച് മേത്ത് തട്ടിയാൽ അടക്കം പിന്നെ അവൻ നീക്കില്ല, അങ്ങനെ നിലത്ത് കിടക്കും. സെയിം സാധനം. ഓൾറെഡി ഒരു പടം കണ്ടിട്ട് അതിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഈ പടം ഇങ്ങോട്ട് മാറ്റുന്നത്. ആ പടം അതേപോലെ അഡാപ്റ്റ് ചെയ്ത് എടുത്ത് വെച്ച് മാറ്റിയാലും വലിയ സീൻ ഉണ്ടാവില്ല. ഇതതുമല്ല, ഇത് അതിലും മോശമായി. ആ പടത്തിനോടും വൃത്തികേട് ചെയ്ത് ഞാൻ പറഞ്ഞ ആകെ ഹൈ ഉള്ളത് ഈ പറഞ്ഞ അനിരുദ്ധ് പണിയെടുത്തിട്ടുണ്ട്. ആ അനിരുദ്ധ് പണിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് കാര്യം? ഒരു കാര്യമില്ല. കാരണം ഒരു ഇമോഷനും വരാതെ, ഒരു രീതിയിലുള്ള ഡയലോഗ് ഡെലിവറിയിൽ പോലും ഒരു രീതിയിൽ ഒരു ഇമോഷൻ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു നായകന് ഈ BGM ഇട്ടെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഈ മറ്റേ പൂരപ്പറമ്പെന്ന് നോക്കിയ പാവല്ലേ, പീ 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 ശബ്ദം ഉണ്ടാവും. പക്ഷെ ആ പാവൻ്റെ മുഖത്ത് പാവൻ്റെ റെഡി, അതിൻ്റെ എക്സ്പ്രഷൻ മാറാനൊന്നും പോകുന്നില്ല, ശബ്ദം ബാക്ക്ഗ്രൗണ്ടിലുണ്ടാവും. ആ അവസ്ഥയായിരുന്നു അജിത്തിനെതിൽ. എന്ത് കഥയാന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അർജുൻ സർജ വീണ്ടും ഓക്കെയാണ് ഈ പടത്തിൽ. ഓക്കേന്നേ ഞാൻ പറയുന്നുള്ളൂ. അയാളെ കാലിബർ വെച്ചിട്ട് ഇതൊന്നും അല്ല, പക്ഷെ അയാൾക്ക് കിട്ടിയ വില്ലൻ സാധനം അയാൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോൾ പടം ഫസ്റ്റ് ഹാഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് സെക്കൻഡ് ഹാഫ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരെ വിചാരം ഈ ഒരു ലൈന് വെച്ച് കഴിഞ്ഞാൽ കഥയ്ക്കകത്ത് കുറച്ച് ട്വിസ്റ്റ് ടേണെന്ന് പറഞ്ഞാൽ അവർ കാണിക്കുന്ന സാധനങ്ങളുണ്ട്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ആളുകൾ ത്രില്ലടിക്കുന്ന വിചാരം. ഒരു ഒലക്കും സംഭവിക്കാൻ പോകുന്നില്ല. കണ്ടിട്ട് വെറുപ്പീരായിരുന്നു. പിന്നെ എടുത്ത ക്യാൻവാസ് അടിപൊളിയാണ്, ചില ഷോട്ടുകൾ കൊള്ളാം. കാരണം അത് ഒന്നാമത് ആ ടെറൈൻ്റെ ഭംഗിയാണ്. അസർബൈജാനിൽ വെച്ചിട്ടാണ് ഈ സംഗതി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ആ ടെറൈൻ്റെ ഭംഗി കൊണ്ട് കുറേ വിഷ്വൽസൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ തൃഷ എന്തിനാ തൃഷ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അജിത്തിൻ്റെ ഏജിന് അതേപോലെ പാരലായിട്ട് വേറെ കുട്ടികളെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട് തൃഷനെ കൊണ്ടുവന്നാണോ ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഒരു കോംബോ വർക്കൗട്ട് ആവുന്നില്ല അജിത്തും തൃഷയും തമ്മിലുള്ള. നമ്മൾ ഈ ലിയോയിലൊക്കെ നമ്മളെ വിജയും തൃഷയും തമ്മിലുള്ള ഒരു കോംബോ, ഒരു കെമിസ്ട്രി ഉണ്ട്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഒന്നും ഇതിനകത്ത് വന്നില്ല. സിനിമാറ്റോഗ്രാഫി പിന്നെയും ഓംപ്രകാശിൻ്റെത് കൊള്ളാം. പക്ഷെ അജിത്തിനെ കാണിക്കുന്ന സീനുകളിൽ ഞാൻ പറഞ്ഞല്ലോ, അജിത്തിനെ ഒന്നും കൂടി ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻഡി ക്യാം വെച്ചിട്ടാണോ ഇങ്ങേർക്ക് കൊടുത്തത് എന്നുള്ളത് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. പിന്നെ ശ്രീകാന്ത് NB എഡിറ്റിങ്ങിനൊന്നും വലിയ സ്കോപ്പൊന്നും പറയാനില്ല. കാരണം ഇത്രയും വലിയ ക്യാൻവാസിൽ വേറെ ഔട്ട്സൈഡ് കൺട്രിയിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു പടത്തിനകത്ത് ഐ ഫെൽറ്റ് ലൈക്ക് ബെറ്റർ കുറേ സാധനങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. കുറേ ഷോട്ടുകൾ, കുറേ ചേസുകൾ, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾക്ക് സ്കോപ്പുള്ള ഒരു സംഗതിയായിരുന്നു ഇത്. പക്ഷെ അതിനൊന്നും നിൽക്കാതെ വളരെ പ്ലെയിനായിട്ട് സെക്കൻഡ് ഹാഫിൽ എങ്ങനെയോ ബഡ്ജറ്റ് കൂടിപ്പോയി. ഇനി എങ്ങനെയെങ്കിലും തീർത്ത് കെട്ടിപ്പോണം, മുടിച്ചിട്ടേ എന്ന് പറഞ്ഞ് തീർക്കാൻ ഓടുന്ന പോലെ തന്നെ ഇത് പ്രൊഡ്യൂസർ മറ്റേ ചൂരിലെടുത്ത് അടിച്ചിട്ട് പാക്കപ്പ് പറയിപ്പിച്ചാൽ തോന്നുന്നുണ്ട്. ഇനിയും പറ്റൂലടേ കഴിഞ്ഞടേ എന്നുള്ള രീതിയിൽ അങ്ങനെ പാക്കപ്പ് പറയിക്കുന്ന സമയത്തുണ്ടാവുമല്ലോ, പെട്ടെന്ന് എടുക്ക് ഷോട്ട് പെട്ടെന്ന് അങ്ങനെ തീർത്ത പോലെ തോന്നുന്നുണ്ട് സെക്കൻഡ് ഹാഫ് കൊണ്ടുവന്നിട്ട്. തലവേദനിച്ച് പോയുടെ സംഗതി. ഇനി ഞാൻ ഉറപ്പിക്കാൻ കഴിഞ്ഞങ്ങനെ പടം മറ്റേ രാവിലെ എങ്ങാണ്ട് ഇറങ്ങി പോയി കണ്ടിട്ട് അന്ന് ഞാൻ ഉറപ്പിച്ചു ഇനി 1 മണിക്ക് ഇങ്ങനെ പടം പോയി കാണൂല ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഇതിപ്പോൾ 9:45 കയറിയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ കയറിയിട്ട് ഈ രാവിലെ ഇങ്ങനെ പടം FDFS കണ്ടത്. ഈ മങ്കാത്തൊക്കെ കണ്ടുപോകണം നമുക്ക് തല അജിത്ത് എന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷയാണ്. പക്ഷെ ആ പ്രതീക്ഷയിൽ നിന്നൊക്കെ ഇങ്ങനെ കൈവിട്ട് പോവുകയാണ്. അങ്ങനെ പറ്റുന്നില്ല, അങ്ങേരെ കൊണ്ട് നടക്കുന്നില്ല. അങ്ങേർക്കൊരു സംഗതി അങ്ങേരെ കൊണ്ട് വരും. ആസ് ആൻ ആക്ടർ അങ്ങേർക്ക് വരേണ്ടതായിട്ടുള്ള ഒരു ചിരി പോലും പ്രോപ്പറായിട്ട് അങ്ങേര് ചിരിക്കുന്നില്ല. ഐ ഡോണ്ട് നോ, ലൈക്ക് ഇനിയൊരു എക്സിസ്റ്റൻസ് എനിക്ക് അറിയാൻ പാടില്ല തലാജിത്തിന് ഫിലിം ഇൻഡസ്ട്രിയിൽ. വേറെ കരിയറിൽ സെറ്റിൽഡൗണായിരിക്കും അങ്ങേർക്ക് ബെറ്റർ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഓറൽസ് ഈ ഷുഡ് ലൈക്ക് എന്താ പറയുക, ഭയങ്കര വർക്ക് ചെയ്തിട്ടൊരു കംബാക്ക് കൊണ്ടുവരണം. ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടൊരു കംബാക്ക് കൊണ്ടുവരേണ്ടിയിരുന്നു. അല്ലാതെ നടക്കും തോന്നുന്നില്ല അങ്ങേരെ കൊണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്ക് കാണാം, ഒരു 1 ടൈം കാണാം. ആ പാട്ടിനും അനിരുദ്ധിൻ്റെ മ്യൂസിക്കിനും ഒക്കെ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ ആ മൊത്തം അസർബൈജാനും അതിൻ്റെ ഭംഗിയും സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ കയറി കാണാം. എന്താണെങ്കിലും ഒരു വലിയ ക്യാൻവസിൽ വന്ന് പാടല്ലേ, പോയി കണ്ടോ, തിയേറ്ററിൽ പോയി കണ്ടോ, കാണാതിരിക്കണ്ട. പക്ഷേ ഈവൻ ഞാൻ ഉറപ്പ് പറയാം, തല അജിത്ത് ഫാൻസ് പോലും ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും ഈ പടം.